ശാലിനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. എന്ത് വേണമെന്ന് ഇപ്പൊ തീരുമാനിക്കണം. എന്താ തന്റെ ഉദ്ദേശം? എനിക്കൊരു ദുരുദ്ദേശമില്ല. ശാലിനിയുടെ സുരക്ഷിതത്വം നോക്കിയാ ഞാൻ ഈ പറയുന്നത്. മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്ക്. എന്ത് ശാരദമേ, ഓട്ടം പോവാനാണോ വിളിച്ചേ? അല്ലടാ. അല്ല പിന്നെന്തിനാ? അതിപ്പോ അല്ല, എന്തോ സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണല്ലോ. എടാ, ശാലിനി ഒരു മീറ്റിങ്ങിന് പോയിരിക്കുക. ശിവനും ഉണ്ട് കൂടെ. പക്ഷെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അത് റേഞ്ച് ഇല്ലാണ്ടിട്ടായിരിക്കും. റേഞ്ച് ആവുമ്പോ ഇടത്തേമ്മ തിരിച്ചു വിളിക്കും. അതല്ലടാ, അവര് പോയതിനു ശേഷം എനിക്കൊരു സമാധാനവും ഇല്ല. ശാലിനിക്ക് എന്തോ അപകടം സംഭവിക്കാൻ പോകുന്ന പോലെ എന്റെ മനസ്സ് പറയുന്നു. അതുകൊണ്ട് അവരോടൊന്ന് തിരിച്ചു പോരാൻ പറയണം. അതിപ്പോ എങ്ങനെ ശാരദാമേ? അവര് മീറ്റിങ്ങിനായി പോയതല്ലേ. ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? എടാ, നീ ശാലിനിയോ അനുവിനെ ആരെങ്കിലും വിളിച്ചൊന്ന് പറ. അനു ആവുമ്പോ ഏതെങ്കിലും രീതിയിൽ ശാലിനിയായിട്ട് ബന്ധപ്പെട്ടോളൂ. എന്നാ ഞാൻ ആദ്യം ആശാനെ വിളിച്ചോട്ടെ. കിട്ടുന്നില്ലല്ലോ. എടാ, ശാലിനെ കെട്ടിയ ഒരു പരിപാടിക്ക് നിൽക്കണ്ട, എത്രയും പെട്ടെന്ന് തിരിച്ചു വരാൻ പറ. അല്ല, അപ്പൊ മീറ്റിംഗോ? എന്ത് മീറ്റിംഗ്? ഒരു മീറ്റിംഗും ഇല്ല. ഫോൺ കിട്ടിയ അടുത്ത നിമിഷം അവിടെ നിന്ന് തിരിക്കാൻ പറയണം. ശരി, ഞാൻ അനുവിനെ കൊണ്ട് ഏടത്തമ്മയെ വിളിപ്പിച്ചോളാം. റിംഗ് ഉണ്ട്. ശാരദാമ്മ ഇത് എടുക്കുന്നില്ലല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യാനാണ്? അനുവിന്റെ വീട് എനിക്കറിയാം, നേരിട്ട് പോയി പറയാം. പോകുന്ന വഴി ഫോണ് കിട്ടുമെന്ന് നോക്കാം. എന്നാ നീ വേഗം ചെല്ല്. വേഗം പോ. ഈശ്വര, ഇനിയിപ്പോ എന്ത് ചെയ്യും? തെറ്റില്ലാത്ത സ്ഥലമാണെന്ന് തോന്നുന്നു. ഇറങ്ങാം. വാ. ഹലോ. ചേട്ടാ, ഒരു മുറി വേണം. AC-യാ? AC മതി. ഒരു ഡബിൾ റൂം. അതെ, ഒന്ന് വന്നേ. രണ്ട് മുറി വേണം. അത് വേണ്ട, ഒരു മുറി എടുക്കുന്നതാ സേഫ്. ഇത് വിശ്വാസത്തിന്റെ അല്ല, പക്ഷെ രണ്ട് മുറി എടുക്കണം. ശാലിനിക്ക് ശാലിനി വിശ്വാസമില്ലേ? എനിക്ക് എന്നെ നല്ല വിശ്വാസമാ. ഇത് വിശ്വാസത്തിന്റെ അല്ല, പക്ഷെ രണ്ട് മുറി എടുക്കണം. എങ്കിൽ യാത്ര ഞാൻ ഇവിടെ കൊണ്ടങ്ങ് അവസാനിപ്പിക്കുക. എന്നെ ഒട്ടും വിശ്വാസമില്ലാത്ത ഒരാളുടെ ഒപ്പം ഞാൻ യാത്ര ചെയ്യുന്നതിൽ കാര്യമില്ലല്ലോ. ഇനി അങ്ങോട്ട് ശാലിനി ഒറ്റയ്ക്ക് അങ്ങ് പോയാ മതി. എന്തെങ്കിലും അഡ്രസ് പ്രൂഫ് തന്നിരുന്നെങ്കിൽ. തരാം, ഒന്ന് വെയിറ്റ് ചെയ്യ്. ശരി സാർ.
എന്താ വേണ്ടേ? ഞാൻ നിൽക്കണോ അതോ പോണോ? എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ കൂടെ നിൽക്കണമെങ്കിൽ നമ്മളൊരു മുറിയെ എടുക്കൂ. ശാലിനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. എന്ത് വേണോന്ന് ഇപ്പൊ തീരുമാനിക്കണം. എന്താ തന്റെ ഉദ്ദേശം? എനിക്കൊരു ദുരുദ്ദേശമില്ല. ശാലിനിയുടെ സുരക്ഷിതത്വം നോക്കിയാ ഞാൻ ഈ പറയുന്നത്. മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്ക്. ഇല്ലെങ്കിൽ നമുക്കിപ്പൊ തന്നെ ഇവിടുന്ന് പുറത്തേക്കിറങ്ങാം. ഞാനെല്ലാത്തിനും റെഡിയാ. ഒരു മുറി മതി. എനിക്ക് എന്നെ നല്ല വിശ്വാസമാ. ശാലിനിക്കും അത് ഉണ്ടാവുന്ന എന്റെ വിശ്വാസം. അപ്പോ ഡബിൾ റൂം എടുക്കുകയാണേ. അഡ്രസ് പ്രൂഫ്. റൂം നമ്പർ 105. ഓക്കെ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ 999 വിളിച്ചാൽ മതി. ഓക്കെ, ശരി. ആ റൂം ഒന്ന് തുറന്നു കൊടുക്കും. ശരി സാർ. വരൂ സാർ. ഹലോ, ഞാൻ കുറെ നേരമായിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു. മനസ്സിലായില്ല, ഞാൻ കമലനാണ്, മേഡത്തിന്റെ. എനിക്ക് മനസ്സിലായി. എന്താ ഈ സമയത്ത്? മേഡം മീറ്റിങ്ങിനോ മറ്റോ എവിടേക്കോ പോയിരിക്കുന്നതല്ലേ പറഞ്ഞിരുന്നേ? അതെ. ആ യാത്ര ക്യാൻസലാക്കി തിരിച്ചു വരണമെന്ന് മേഡത്തിന് അമ്മ ഇപ്പോൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. നേരിട്ട് വിളിച്ചു പറഞ്ഞിട്ട് കിട്ടുന്നില്ല. അതാണ് അനുവിനെ കൊണ്ട് പറയിക്കാൻ വേണ്ടി പറഞ്ഞത്. ഒന്ന് വിളിച്ചു പറയോ? അത്രയ്ക്ക് അത്യാവശ്യമുള്ള കാര്യമെന്നാ പറഞ്ഞേ. ഞാനും മാഡത്തെ ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ കിട്ടുന്നില്ല. റേഞ്ച് ഇല്ലാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു. ഞാൻ എന്തായാലും അവരാ ഹോട്ടലിൽ എത്തിയോന്ന് നോക്കട്ടെ. കിട്ടിയ ഈ കാര്യം പറയാം. ശരി.